Hi students, ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന മൊഡ്യൂൾ 4-ൻ്റെ DC അനാലിസിസ് ഓഫ് ട്രാൻസ്മിഷൻ ഗേറ്റ്സ് ആണ്. നമ്മൾ ഓൾറെഡി ലാസ്റ്റ് ക്ലാസ്സിൽ ട്രാൻസ്മിഷൻ ഗേറ്റ്സും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് DC അനാലിസിസ് ബേസിക്കലി ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ട്രാൻസ്മിഷൻ ഗേറ്റ്സ് ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ട സമയത്ത് നമ്മൾ പറഞ്ഞു പാസ് ട്രാൻസിസ്റ്റേഴ്സിൻ്റെ ഡിസഡ്വാൻറ്റേജിനെ ഓവർകം ചെയ്യാനായിട്ട്, വിച്ച് മീൻസ് സ്ട്രോങ് സീറോയും അതേപോലെ തന്നെ സ്ട്രോങ് വണ്ണും അത് പാസ് ചെയ്യും എന്നുള്ള കേസ് പറഞ്ഞു ട്രാൻസ്മിഷൻ ഗേറ്റ്സ് അല്ലേ. അപ്പോൾ അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതെന്ന് പറയുന്നത് ഒരു ഐഡിയൽ സ്വിച്ചായിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ സ്ട്രോങ് സീറോനെയും സ്ട്രോങ് വണ്ണിനും ആക്ച്വലി സ്പീക്കിംഗ് നമ്മുടെ ട്രാൻസ്മിഷൻ ഗേറ്റിന് പാസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. വിച്ച് മീൻസ് ഒരു ഐഡിയൽ സ്വിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറസ്പെക്റ്റീവ് ഓഫ് ദ വാല്യൂ ഓഫ് ഇൻപുട്ട് ഓർ ദി ഔട്ട്പുട്ട്, ദ റെസിസ്റ്റൻസ് വാല്യൂ ഓഫ് ദ സ്വിച്ച് ഷുഡ് ബി എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബീയിങ് കോൾഡ് ആസ് ആൻ ഐഡിയൽ സ്വിച്ച്. അപ്പോൾ ഈ കേസിൽ നമുക്ക് നോക്കാനായിട്ട് പോകുന്നതിൻ്റെ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇക്വലൻ്റ് റെസിസ്റ്റൻസ് നമ്മൾ നോക്കുവാണ്, അത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇൻപുട്ട് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ഇൻപുട്ടിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് കൊടുക്കാം അല്ലേ. എയ്തർ 1 അല്ലെന്നുണ്ടെങ്കിൽ 0. 1 കൊടുത്താലും 0 കൊടുത്താലും ശരി, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഇൻപുട്ട് ദ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വിച്ച് മീൻസ് ദാറ്റ് വിൽ ആക്ട് ആസ് ആൻ ഐഡിയൽ സ്വിച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക്കലി DC അനാലിസിസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് കാണണം, എൻമോസിൻ്റെയും പിമോസിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് കാണണം. അപ്പോൾ താഴത്തെ ഫിഗർ ഒന്ന് നോക്കാമോ? ഫിഗർ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ട്രാൻസ്മിഷൻ ഗേറ്റിന് നമ്മൾ നേരത്തെ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ട ഫിഗർ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം മേളിൽ കാണിച്ചിരിക്കുന്ന C ബാർ കൺട്രോൾ സിഗ്നൽ കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് എൻ്റെ പിമോസ്, താഴെ C എന്ന് പറയുന്ന കൺട്രോൾ സിഗ്നൽ കൊടുത്തിരിക്കുന്നത് എൻ്റെ എൻമോസ് ആണ്. ഇപ്പം നോക്കിയാൽ C ബാർ ഈസ് ഈക്വൽ ടു 0 വിച്ച് മീൻസ് PMOS എന്ന് പറയുന്ന ഓൺ കണ്ടീഷനാണ്. താഴെ C ഈസ് ഈക്വൽ ടു VDD വിച്ച് മീൻസ് എൻ്റെ എൻമോസ് PMOS എൻമോസ് രണ്ടും ഓണാണ്. ഇനിയിപ്പം ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് എന്താണ്? VDD വിച്ച് മീൻസ് 1 ആണ് ഞാനിപ്പോൾ പാസ് ചെയ്യാനായിട്ട് പോകുന്നതാണ്. ഫസ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഐഡിയൽ സ്വിച്ച് ആണെന്നുണ്ടെങ്കിൽ 1ഉം അതേപോലെ തന്നെ 0യും പാസ് ചെയ്യുമ്പം ഔട്ട്പുട്ടിൽ വരുന്നതാണല്ലോ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി ഫസ്റ്റ് ഒരു കേസായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് VDD ഒരു ഹൈ വാല്യൂ കൊടുക്കുന്നു. അപ്പോൾ ഇതിനകത്ത് നോക്കുക, സോഴ്സ് ഓഫ് ദ PMOS ഈസ് കണക്റ്റഡ് ടു ദ ഡ്രെയിൻ ഓഫ് ദി എൻമോസ് ആൻഡ് ഡ്രെയിൻ ഓഫ് ദ PMOS ഈസ് കണക്റ്റഡ് ടു സോഴ്സ് ഓഫ് ദ എൻമോസ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇനീഷ്യലി ഇതിൻ്റെ സെറ്റപ്പിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ഫിഗർ എന്ന് പറയുന്നത് ബേസിക്കലി ഇതിനകത്ത് ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് ഓപ്പറേഷൻ വരുന്ന സമയത്ത് എൻമോസും PMOസും ഏതൊക്കെ റീജിയൻസ് ഓഫ് ഓപ്പറേഷൻ, നമ്മൾ ഓൾറെഡി PMOസിൻ്റെയും എൻമോസിൻ്റെയും ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് ഓപ്പറേഷൻ നിങ്ങൾ ഓൾറെഡി നേരത്തെ പഠിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഏതൊക്കെ റീജിയൻസ് എൻമോസും PMOസും ഏതൊക്കെ റീജിയണിലായിരിക്കും ഓപ്പറേഷൻ നടക്കുന്നത് എന്നുള്ളതാണ് നമ്മളിനി കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഒറിജിനലി സ്പീക്കിംഗ് ഈ ഫിഗർ എന്ന് പറയുന്നത് നമ്മളുടെ ഏകദേശം നമ്മളൊരു ഫൈനൽ ഡയഗ്രമാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമുക്ക് നിങ്ങൾ ഓൾറെഡി കണ്ടിരിക്കുന്നതാണല്ലേ, നേരത്തെ എൻമോസിൻ്റെയും PMOസിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിരിക്കുന്നതാണ്. ദെർ ആർ 3 ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് ഓപ്പറേഷൻ. ഏതൊക്കെയാണ്? കട്ട് ഓഫ്, ട്രയോഡ് അല്ലെന്നുണ്ടെങ്കിൽ ലീനിയർ റീജിയൻ ആൻഡ് ദ സാച്ചുറേഷൻ റീജിയൻ. ഇപ്പോൾ എൻമോസിൻ്റെയും PMOസിൻ്റെയും ഈ ഡയഗ്രം നിങ്ങൾ നേരത്തെ പഠിച്ചിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇക്വേഷൻസും പഠിച്ചിട്ടുണ്ടായിരുന്നു. കട്ട് ഓഫ് റീജിയനിലും ലീനിയർ റീജിയനിലും സാച്ചുറേഷൻ റീജിയനിലും എൻമോസിൻ്റെയും PMOസിൻ്റെയും ഡിഫറെൻറ്റ് ഇക്വേഷൻസ്. ഇപ്പോൾ എൻമോസിന് നോക്കിയാൽ ദ കട്ട് ഓഫ് റീജിയൻ എൻമോസ് ആണെന്നുണ്ടെങ്കിൽ VGS ഷുഡ് ബി ലെസ് ദാൻ VT, വൈൽ PMOസ് ആണെങ്കിൽ VSG ഷുഡ് ബി ലെസ് ദാൻ മോഡ് ഓഫ് VT. മോഡ് ഓഫ് VT കൊടുക്കാനുള്ള റീസൺ എന്താണ്? PMOസിന് നമുക്കറിയാം ത്രഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഈസ് എ നെഗറ്റീവ് വാല്യൂ. സിമിലർ ലീനിയർ റീജിയൻ ആണെന്നുണ്ടെങ്കിൽ VDS ഷുഡ് ബി ലെസ് ദാൻ VGS മൈനസ് VT ആൻഡ് PMOS ആണെങ്കിൽ VSD ഷുഡ് ബി ലെസ് ദാൻ VSG മൈനസ് മോഡ് ഓഫ് VT. വൈൽ സാച്ചുറേഷൻ റീജിയനിലാണെന്നുണ്ടെങ്കിൽ എൻമോസ് VDS ഷുഡ് ബി ഗ്രേറ്റർ ദാൻ VGS മൈനസ് VT, വൈൽ PMOS ആണെങ്കിൽ VSD ഷുഡ് ബി ഗ്രേറ്റർ ദാൻ VSG മൈനസ് മോഡ് ഓഫ് VT അല്ലേ. അപ്പം ഈ ആദ്യത്തെ എൻമോസിൻ്റെ സെറ്റ് ഓഫ് ഇക്വേഷൻസിന് ഞാൻ A എന്നും PMOസിൻ്റെ സെറ്റ് ഓഫ് ഇക്വേഷൻസിന് ഞാൻ B എന്നുമാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. കാരണം ഇത് വെച്ചിട്ടാണ് ഇനിയിപ്പോൾ അനാലിസിസിൻ്റെ അകത്ത് ഞാൻ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇനീഷ്യലി എൻമോസിൻ്റെ കാര്യം നോക്കുന്നു. അതിൻ്റെ ഡിഫറെൻറ്റ് ഓപ്പറേഷൻ നടക്കുന്ന റീജിയൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ആദ്യം കാണുന്നത്. അപ്പം ആ ടോപ്പിൽ കാണിച്ചിരിക്കുന്ന ഡയഗ്രം എന്ന് പറയുന്നത് ഞാൻ ആദ്യം കാണിച്ച ഡയഗ്രം തന്നെയാണ്, സെയിം കണക്ഷൻ തന്നെയാണ്. ഇൻപുട്ടിൽ VDD, ദെൻ എൻമോസിൽ VDD കൊടുക്കുന്നു. എൻമോസിൻ്റെ ഗേറ്റ് സിഗ്നലിൽ PMOസിൻ്റെ ഗേറ്റ് സിഗ്നൽ എന്ന് പറയുന്നത് 0 വോൾട്ട്സ് കൊടുത്തിരിക്കുന്നു. ആ ഇനീഷ്യൽ സെറ്റപ്പ് തന്നെയാണ് അവിടെയും വരച്ചിരിക്കുന്നത്.
ഓക്കെ, പിന്നെ നമ്മളുടെ സെറ്റ് ഓഫ് ഇക്വേഷൻസ് എ എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചിരുന്ന സെറ്റ് ഓഫ് ഇക്വേഷൻസ് അവിടെ ലെഫ്റ്റ് സൈഡിലൊരു ബോക്സിൽ കാണിച്ചിട്ടുണ്ട്. ലീനിയർ റീജിയൻ, സാച്ചുറേഷൻ റീജിയൻ, അതേപോലെ തന്നെ കട്ട് ഓഫ് റീജിയൻ വരുന്ന കണ്ടീഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഇനീഷ്യൽ ഇക്വേഷൻ നമ്പർ 1 നോക്കാൻ പോവുകയാണ്. വി ഡി എസ് ഓഫ് എൻ. വി ഡി എസ് എന്ന് പറയുമ്പോഴേക്ക് എങ്ങനെ എഴുതാം? വി ഡി മൈനസ് വി എസ്. അപ്പോൾ നമ്മുടെ ഫിഗർ നോക്കിക്കേ. ഫിഗറിൽ വി ഡി എന്ന് പറയുമ്പോൾ ഇതേതാ? എൻമോസിൻ്റെ കാര്യമാണ് പറയുന്നത്. എൻമോസിൻ്റെ വി ഡി എത്രയാണ് വരുന്നത്? ഇൻപുട്ട് ബോർഡിൽ ചോദിച്ചിരിക്കുന്നത് വി ഡി ഡി. ദെർഫോർ വി ഡി എന്ന് പറയുന്നത് ഈസ് വി ഡി ഡി. ദെൻ വി എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വി ഔട്ടാണ്. അപ്പോൾ ദെർഫോർ വി ഡി മൈനസ് വി എസിനെ നമുക്ക് വി ഡി ഡി മൈനസ് വി ഔട്ട് എന്ന് എഴുതാം. ദാറ്റ് ഇസ് ടേക്കൺ ആസ് ഇക്വേഷൻ നമ്പർ 1. നൗ സിമിലർലി വി ജി എസ്. വി ജി എസ് വരുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും? വി ജി എന്ന് പറയുന്നതും ഗേറ്റിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്താണ്? വി ഡി ഡി ആണ്. ദെർഫോർ വി ഡി ഡി മൈനസ് വി എസ് ഈസ് വി ഔട്ട് ഇറ്റ് സെൽഫ്. ദെർഫോർ വി ഡി ഡി മൈനസ് വി ഔട്ട്. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇനിയിപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഇഫ് ദ വാല്യൂ ഓഫ് വി ജി എസ് ഈസ് ഗ്രേറ്റർ ദാൻ വി ടി, എന്തായാലും ത്രെഷോൾഡ് വോൾട്ടേജിനേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ എൻമോസ് വിൽ ബി ടേൺഡ് ഓൺ അല്ലേ. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇക്വേഷൻ നമ്പർ 2-ൻ്റെ അകത്ത് നോക്കിക്കേ, വി ജി എസിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. വി ജി എസിന് എങ്ങനെ എഴുതാം? വി ഡി ഡി മൈനസ് വി ഔട്ട് എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ദെർഫോർ വി ജി എസിനെ ഈസ് ഗോയിങ് ടു ബി റീപ്ലേസ് ബൈ വി ഡി ഡി മൈനസ് വി ഔട്ട്. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ വി ടി അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? എൻമോസ് ഈസ് ഓൺ. ഇനിയിപ്പോൾ അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ് താഴെ കാണിച്ചിരിക്കുന്നത് ഇക്വേഷൻ നമ്പർ 3. വി ഔട്ട് ഈസ് ലെസ് ദാൻ വി ഡി ഡി മൈനസ് വി ടി. ഇപ്പോൾ എൻമോസ് ഓൺ ആവുന്ന കേസാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്വേഷൻ നമ്പർ 3 ആണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാം, വെൻ വി ഔട്ട് ഈസ് ലെസ് ദാൻ വി ഡി ഡി മൈനസ് വി ടി, എൻമോസ് വിൽ ബി ഇൻ ദ ഓൺ സ്റ്റേറ്റ് അല്ലേ. അപ്പോൾ ഇത് ഓൺ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഓഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വി ഔട്ട് ഈസ് ഗ്രേറ്റർ ദാൻ വി ഡി ഡി മൈനസ് വി ടി ആണെന്നുണ്ടെങ്കിൽ എന്തായാലും എൻമോസ് വിൽ ബി ഇൻ ദ ഓഫ് സ്റ്റേറ്റ്. ആൻഡ് ഓൾസോ ഫ്രം ഇക്വേഷൻസ് 1 and 2 നമുക്ക് എഴുതാം എന്താണ്? വി ഡി എസ് ഈസ് ഈക്വൽ ടു വി ജി എസ്. ഇനിയിപ്പം നമ്മൾ എൻമോസ് ഓൺ ആണെന്ന് പറഞ്ഞല്ലേ, വെൻ വി ഔട്ട് ഈസ് ലെസ് ദാൻ വി ഡി ഡി മൈനസ് വി ടി ഫ്രം ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ ഓൺ ആയിരിക്കുമ്പോൾ 2 പോസിബിലിറ്റീസ് ഉണ്ട്. either ഇറ്റ് ക്യാൻ ബി ഇൻ ദ സാച്ചുറേഷൻ റീജിയൻ ഓർ ഇറ്റ് ക്യാൻ ബി ഇൻ ദ ലീനിയർ റീജിയൻ. അപ്പോൾ ഇതിലേത് റീജിയനിലാണ് നമ്മളുടെ എൻമോസ് ഡിവൈസ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി അസ്യൂം ചെയ്യുക, വി ഡി ഡി എന്ന് പറയുന്നത് അസ്യൂമിങ് ഇറ്റ് ആസ് 5 വോൾട്ട്, വി ഔട്ട് എന്ന് പറയുന്നത് 4 വോൾട്ടാണ് അസ്യൂം ചെയ്യുക, ആൻഡ് വി ടി എന്ന് പറയുന്നത് ടേക്കിംഗ് ആസ് എ സ്റ്റാൻഡേർഡ് 0.7 വോൾട്ട്സ് ആയിട്ട് എടുക്കുക എന്ന് വിചാരിക്കുക. വി ഡി ഡി ഈസ് ഈക്വൽ ടു 5 വോൾട്ട്സ്, വി ഔട്ട് 4 വോൾട്ട്സ് ആൻഡ് വി ടി എന്ന് പറയുന്നത് 0.7 വോൾട്ട്സ്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 അത് നോക്കുകയാണെങ്കിൽ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? വി ഡി എസ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? വി ഡി എസ് വിൽ ബി ഈക്വൽ ടു 5 മൈനസ് 4. വി ഔട്ട് എന്ന് പറയുന്നത് 4, വി ഡി ഡി എന്ന് പറയുന്നത് 5 മൈനസ് 4 വിൽ ബി ഈക്വൽ ടു 1 വോൾട്ട്. സിമിലർലി വിച്ച് മീൻസ് വി ഡി എസ് എനിക്ക് 1 വോൾട്ട് കിട്ടി. ആൻഡ് സിമിലർലി ഇക്വേഷൻ നമ്പർ 2 നോക്കുകയാണെങ്കിൽ വി ജി എസ് ഉണ്ടല്ലേ. വി ജി എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വി ഡി ഡി മൈനസ് വി ഔട്ട്. വി ഡി ഡി എന്ന് പറയുന്നത് ഇവിടെ 5 മൈനസ് അഗെയിൻ 4 എന്ന് പറയുന്നത് വിൽ ബി ഓൾസോ ഈക്വൽ ടു 1 വോൾട്ട്. ഇനിയിപ്പം അതിനകത്ത് ഇക്വേഷൻ A1 ഒന്ന് നോക്കിക്കേ. A1 എന്ന് പറഞ്ഞാൽ എന്താണ്? ലീനിയർ റീജിയനിലാണെന്നുണ്ടെങ്കിൽ വി ഡി എസ് വിൽ ബി ലെസ് ദാൻ വി ജി എസ് മൈനസ് വി ടി. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ കണ്ടുപിടിച്ച വാല്യൂസിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? വി ഡി എസ് എന്ന് പറയുന്നത് 1 വോൾട്ട് കിട്ടി, ഈസ് ലെസ് ദാൻ വി ജി എസും എനിക്ക് എന്ത് തന്നെ കിട്ടി? 1 മൈനസ് 0.7. 1 ലെസ് ദാൻ 1 മൈനസ് 0.7 വിച്ച് മീൻസ് 1 ലെസ് ദാൻ 0.3 വോൾട്ട്സ് ആണോ? അല്ല. ദാറ്റ് ഈസ് എ ഫോൾസ് കണ്ടീഷൻ. ഇനി സിമിലർലി ഇക്വേഷൻ നമ്പർ A2 എന്ന് പറയുമ്പോൾ സാച്ചുറേഷൻ റീജിയനിലുള്ളത് എന്താണ്? വി ഡി എസ് ഗ്രേറ്റർ ദാൻ വി ജി എസ് മൈനസ് വി ടി. അപ്പോൾ നമുക്ക് വി ഡി എസ് എന്ത് കിട്ടി? 1 ഗ്രേറ്റർ ദാൻ വി ജി എസ് ഈസ് അഗെയിൻ 1 മൈനസ് വി ടി ഈസ് 0.7. അപ്പോൾ 1 ഗ്രേറ്റർ ദാൻ 1 മൈനസ് 0.7 ഈസ് 0.3. 1 ഗ്രേറ്റർ ദാൻ 0.3 വോൾട്ട്സ് ആണോ? അതെ, ട്രൂ ആണല്ലേ. അപ്പോൾ ദെയർഫോർ നമുക്ക് പറയാൻ സാധിക്കും 1 ലെസ് ദാൻ 0.3 വോൾട്ട്സ്. ആദ്യത്തെ കേസ് ലീനിയർ ആണോ എന്നുള്ള റീജിയൻ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ആ കണ്ടീഷൻ എന്ന് പറയുന്നത് എനിക്ക് ഫോൾസ് കണ്ടീഷനാണ്. വിച്ച് മീൻസ് ദ എൻമോസ് വിൽ ബി only ആക്ടിങ് ഇൻ ദ സാച്ചുറേഷൻ റീജിയൻ വെൻ എവർ ഇറ്റ് ഈസ് ഇൻ ദ ഓൺ സ്റ്റേറ്റ്. അപ്പോൾ അത് നമ്മളിവിടെ ഓർത്തിരിക്കുക. എൻമോസ് എന്ന് പറയുന്നത് 2 ഓണും ഓഫ് ആകാമെന്ന് പറഞ്ഞു. ഓണിൽ നമുക്ക് 2 പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ലീനിയറും സാച്ചുറേഷനും. അല്ലാതെ ലീനിയറിനകത്ത് നമ്മൾ കണ്ടീഷൻ വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് വാല്യൂസ് കൊടുത്ത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി അതെന്തായാലും ടേക്ക് പ്ലേസ് ചെയ്യത്തില്ല. വിച്ച് മീൻസ് ലീനിയർ റീജിയൻ ഇവിടെ നടക്കത്തില്ല. അതുകൊണ്ട് എപ്പോൾ എൻ്റെ എൻമോസ് ഓൺ ആയി കഴിഞ്ഞാലും ദാറ്റ് വിൽ ബി ഓൾവേസ് ഇൻ ദ സാച്ചുറേഷൻ റീജിയൻ. അപ്പോൾ അത് വെച്ചിട്ടാണ് താഴെ ഫിഗർ ഒന്ന് നോക്കിക്കേ. താഴെ വി
ഔട്ട് വേഴ്സസ് വീനാണ് ഇത് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. വി ഔട്ടിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ എന്ന് പറയുന്നത് എന്ത് വരും, വി ഡി ഡി മൈനസ് വി ടി അല്ലേ. വി ഡി ഡി മൈനസ് വി ടിയുടെ ഗ്രേറ്റർ ദാനും ലെസ് ദാനും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇക്വേഷൻ നമ്പർ 3 and 4 പറഞ്ഞത് അല്ലേ. വെൻ വി ഔട്ട് ഈസ് ലെസ് ദാൻ വി ഡി ഡി മൈനസ് വി ടി എൻമോസ് ഈസ് ഇൻ ദ ഓൺ സ്റ്റേറ്റ്. അപ്പോൾ ഓൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഏത് സ്റ്റേറ്റിലേ ഇരിക്കുകയുള്ളൂ, എന്തായാലും അത് സാച്ചുറേഷൻ റീജിയനിൽ ഇരിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് റീജിയൻ 2ഉം റീജിയൻ 3ക്കകത്തും എൻമോസ് എന്ന് പറയുന്നത് സാച്ചുറേഷൻ റീജിയനായിട്ട് കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഫ്രം ഇക്വേഷൻ നമ്പർ 4 വി ഔട്ട് ഗ്രേറ്റർ ദാൻ വി ഡി ഡി മൈനസ് വി ടി ആണെന്നുണ്ടെങ്കിൽ എൻമോസ് വിൽ ബി ഇൻ ദ ഓഫ് സ്റ്റേറ്റ് ഓർ കട്ട് ഓഫ് സ്റ്റേറ്റ്. അതാണ് റീജിയൻ 3ക്കകത്ത് എൻമോസ് എന്ന് പറയുന്നത് കട്ട് ഓഫ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ മോഡ് ഓഫ് വി ടി പി എന്ന് പറയുന്ന റീജിയൻ 1ൻ്റെയും 2ൻ്റെയും ഇൻ്റർസെക്ഷൻ ലൈനിൽ കാണിച്ചിരിക്കുന്ന മോഡ് ഓഫ് വി ടി പി എന്ന് പറഞ്ഞാൽ ആക്ച്വലി പി മോസിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്താണെന്നുള്ളത് നമ്മൾ പി മോസ് കാണുന്ന സമയത്ത് കാണാം. അപ്പോൾ ഇത്രയുമാണ് എൻമോസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇനി നമ്മൾ പി മോസ് നോക്കാൻ പോവാണ്. പി മോസിൻ്റെയും ആ സെയിം ഡയഗ്രാം സെയിം തന്നെയാണ്, ജസ്റ്റ് വീണ്ടും സൈഡിലൊന്ന് കാണിച്ചിട്ടുണ്ട്. ലെഫ്റ്റ് ബോക്സിൽ കാണിച്ചിരിക്കുന്നത് നമ്മൾ സെറ്റ് ബി എന്ന് പറഞ്ഞ പി മോസിൻ്റെ കറസ്പോണ്ടിങ് ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് ഓപ്പറേഷനിലുള്ള ഇക്വേഷൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പി മോസ് എടുക്കാൻ പോവാണ്. അപ്പോൾ പി മോസിൽ നമുക്ക് ആദ്യം വി എസ് ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, വി എസ് മൈനസ് വി ഡി. അപ്പോൾ ഡയഗ്രത്തിൽ നമുക്ക് എഴുതാം വി എസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, വി ഡി ഡി തന്നെയാണ്. വി ഡി ഡി മൈനസ് വി ഡി എന്ന് പറയുന്നത് ഇവിടെ വി ഔട്ടാണ്. അപ്പോൾ ദാറ്റ് ഇസ് ടേക്കൻ ആസ് ഇക്വേഷൻ നമ്പർ 5. നൗ വി എസ് ജി നോക്കിക്കേ. വി എസ് ജി എന്ന് പറഞ്ഞാൽ എന്ത് വരും, വി എസ് മൈനസ് വി ജി. അപ്പോൾ ഇവിടെ വി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വി ഡി ഡി ഇൻപുട്ട് നമ്മൾ വി ഡി ആണ് കൊടുത്തത്. ഇവിടുത്തെ ഗേറ്റ് വോൾട്ടേജ് എത്രയാണ്, 0. Therefore VDD minus 0 which is equal to VDD. That is taken as equation number 6. ഇനി നോക്കുക വി ജി എസ് എങ്ങനെ എഴുതാം. വി ജി എസ് എന്ന് പറയുമ്പോഴത്തേക്കും വി ജി മൈനസ് വി എസ്, അപ്പോൾ വിച്ച് ഈസ് 0 മൈനസ് വി ഡി ഡി വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് വി ഡി ഡി. ഇക്വേഷൻ നമ്പർ 7. പിന്നെ അത്രയേ ഉള്ളൂ. ഇപ്പോൾ വി ജി എസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഒരു നെഗറ്റീവ് വോൾട്ടേജ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പി മോസിന്. Therefore നെഗറ്റീവ് വോൾട്ടേജ് പി മോസിലേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, പി മോസ് ഈസ് ഓൾവേസ് ഇൻ ദ ഓൺ സ്റ്റേറ്റ്. വിച്ച് മീൻസ് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ട്രാൻസ്മിഷൻ ഗേറ്റിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പി മോസ് എപ്പോഴും ഓൺ ആയിരിക്കും, അത് ഓഫ്. നേരത്തെ എൻമോസിൽ എന്തായിരുന്നു, കട്ട് ഓഫിൽ പോകുന്നൊരു സ്റ്റേറ്റ് നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ ഇവിടെ പി മോസ് എന്ന് പറയുന്നത് കട്ട് ഓഫ് ആവുന്നില്ല, എപ്പോഴും അത് ഓൺ സ്റ്റേറ്റിലായിരിക്കും. അപ്പോൾ ഓൺ സ്റ്റേറ്റിലായിരിക്കുവാണെങ്കിൽ എഗെയിൻ നമുക്ക് 2 ചാൻസസ് ഉണ്ട്. ഏതർ ഇറ്റ് ഈസ് ഇൻ ദ ലീനിയർ സ്റ്റേറ്റ് ഓർ ഇറ്റ് ഈസ് ഇൻ ദ സാച്ചുറേഷൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മളിനി കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നമ്പർ ബി നമ്മൾ ആ ബോക്സിൽ കാണിച്ച ഇക്വേഷൻ നമ്പർ നമുക്കറിയാം. ലീനിയർ റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വി എസ് ഡി ഈസ് ലെസ് ദാൻ വി എസ് ജി മൈനസ് മോഡ് ഓഫ് വി ടി അല്ലേ. അപ്പോൾ ഇക്വേഷൻ നമ്പർ 5ൻ്റെ അകത്ത് നമുക്ക് വി എസ് ഡിയുടെ എടുക്കാം. വി എസ് ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, വി ഡി ഡി മൈനസ് വി ഔട്ട്. ദാറ്റ് ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ്. Is less than VSG can be taken from equation number 6 which is VDD minus mod of VT. അപ്പോൾ അതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കിട്ടുവാണെങ്കിൽ നമുക്ക് എഴുതാം വി ഔട്ട് ഈസ് ഗ്രേറ്റർ ദാൻ മോഡ് ഓഫ് വി ടി എന്ന് പറയുന്നത് എന്തിൻ്റെ ഇക്വേഷൻ ആയിരുന്നു, ലീനിയർ റീജിയനിലാവുകയാണെന്നുണ്ടെങ്കിൽ ഉള്ള കണ്ടീഷൻ ആയിരുന്നു. Therefore equation number 8 can be said as in the linear, which means if V out is greater than mod of VT it is in the linear state. Similarly ഇക്വേഷൻ നമ്പർ നമ്മുടെ ബോക്സ് ബിക്കകത്ത് സാച്ചുറേഷൻ്റെ കേസ് എടുത്ത് നോക്കിയാൽ സാച്ചുറേഷൻ വരുന്ന എപ്പോഴാണ്, വി എസ് ടി ഇസ് ഗ്രേറ്റർ ദാൻ വി എസ് ജി മൈനസ് മോഡ് ഓഫ് വി ടി. അപ്പോൾ ഫ്രം ഇക്വേഷൻ നമ്പർ 5 നമുക്ക് എന്ത് എഴുതാം, വി എസ് ഡി എഴുതാം, വി ഡി ഡി മൈനസ് വി ഔട്ട് ദാറ്റ് ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഈസ് ഗ്രേറ്റർ ദാൻ വി എസ് ജി ക്യാൻ ബി ടേക്കൻ ഫ്രം ഇക്വേഷൻ നമ്പർ 6 which is VDD minus mod of VT. Therefore when rearranging we can get V out less than mod of VT ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻ ദ സാച്ചുറേഷൻ സ്റ്റേറ്റ്. അപ്പം മോഡ് ഓഫ് വി ടിനേക്കാളും ഗ്രേറ്റർ ആണ് വി ഔട്ടിൻ്റെ വാല്യൂ എങ്കിൽ ഇറ്റ് ഈസ് ഇൻ ദ ലീനിയർ സ്റ്റേറ്റ്, ആൻഡ് ഇഫ് വി ഔട്ട് ഈസ് ലെസ് ദാൻ മോഡ് ഓഫ് വി ടി ഇറ്റ് ഈസ് ഇൻ ദ സാച്ചുറേഷൻ സ്റ്റേറ്റ്. കാരണം ഇവിടെ നമുക്ക് എന്തായാലും ഓഫ് കണ്ടീഷൻ ഇല്ല. അപ്പോൾ അതാണ് ഈ താഴത്തെ ഗ്രാഫിനകത്ത് കാണിച്ചിരിക്കുന്നത്. വി ഔട്ട് വേഴ്സസ് വീൻ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞപ്പം മോഡ് ഇവിടെ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. മോഡ് ഓഫ് വി ടി പി ആണ്. മോഡ് ഓഫ് വി ടി പി ആണെന്നുണ്ടെങ്കിൽ വെൻ വി ഔട്ട് ഈസ് ഗ്രേറ്റർ ദാൻ മോഡ് ഓഫ് വി ടി പി ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സെറ്റ് ടു ബി ഇൻ ദ ലീനിയർ റീജിയൻ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് റീജിയൻ 2ലും റീജിയൻ 3ലും പി മോസ് എന്ന് പറയുന്നത് ലീനിയർ റീജിയനിലായിട്ട് കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഫ്രം ഇക്വേഷൻ നമ്പർ
9 we have attained. When V out is less than mod of Vt, the PMOS is said to be in the saturation state. So therefore region 1 ൻ്റെ അകത്ത് PMOS എന്ന് പറയുന്നത് is shown as in the saturation region. അപ്പോൾ അങ്ങനെയാണ് ആക്ച്വലി നമ്മളുടെ NMOSനും PMOSും ഇപ്പം ഏതൊക്കെ റീജിയൻസിൽ ഏതൊക്കെ മോഡ്സ് ഓഫ് ഓപ്പറേഷനിലാണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇനീഷ്യലി ഇപ്പോൾ കണ്ടുപിടിച്ച ഏതിനാണ്? വെൻ ദ വാല്യൂ ഓഫ് വീൻ വാസ് ഹൈ, അല്ലെങ്കിൽ വീൻ എന്ന് പറയുന്നത് നമ്മൾ ഒറിജിനലി സ്പീക്കിംഗ് നമ്മൾ ട്രാൻസ്മിഷൻ ഗേറ്റ് എടുക്കുമ്പം നമ്മൾ 1 പാസ് ചെയ്യുന്ന കേസാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനിയിപ്പം 0 പാസ് ചെയ്യുന്ന കേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ദ ഇൻപുട്ട് വോൾട്ടേജ് ഷുഡ് ബി സെറ്റ് ടു 0. അപ്പോൾ അതാണ് ആ താഴത്തെ ഗ്രാഫിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചെയ്തിരിക്കുന്ന സെയിം അനാലിസിസ് തന്നെ നമ്മൾ വീൻ വി ഡി ഡിക്ക് പകരം വീൻ എന്ന് പറയുന്നത് 0 വോൾട്ട്സ് ഇട്ട് ചെയ്യണം. അതാണ് ആ താഴത്തെ ഗ്രാഫിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ സിമിലർലി ടോട്ടൽ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് നമ്മൾ പറഞ്ഞു, ഇനീഷ്യലി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐഡിയൽ സ്വിച്ച് ആണെന്നുണ്ടെങ്കിൽ ദ റെസിസ്റ്റൻസ് ഷുഡ് ബി മെയിൻറ്റെയിൻഡ് കോൺസ്റ്റൻറ്റ്, അല്ലേ, റെസ്പെക്റ്റീവ് ഓഫ് ദ ഇൻപുട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇനീഷ്യലി നമുക്ക് ടോട്ടൽ കറൻറ്റ് ഫ്ലോയിങ് ത്രൂ ദ ട്രാൻസ്മിഷൻ ഗേറ്റ് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദാറ്റ് ഈസ് ടോട്ടൽ കറൻറ്റ് ഫ്ലോ ത്രൂ ദ ട്രാൻസ്മിഷൻ ഗേറ്റ് ഈസ് ടേക്കൻ ആസ് ID, വിച്ച് ഈസ് ഈക്വൽ ടു എന്തിൻ്റെയൊക്കെ ആയിരിക്കും? NMOSൻ്റെയും PMOSൻ്റെയും ഡ്രെയിൻ കറൻറ്റ്സിൻ്റെ സമ്മായിരിക്കും. അപ്പോൾ അതാണ് കാണിച്ചിരിക്കുന്നത്. ഇക്വേഷൻ നമ്പർ 10 കാണിച്ചിരിക്കുന്നത് ID ഈസ് ഈക്വൽ ടു IDS ഓഫ് NMOS പ്ലസ് ISD ഓഫ് ദ PMOS. അപ്പോൾ ദെർഫോർ ഈ ട്രാൻസിസ്റ്റർ NMOSൻ്റെയും PMOSൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് ആണ് R ഇക്വലൻ്റ് ഓഫ് Nഉം R ഇക്വലൻ്റ് ഓഫ് P വെച്ച് കാണിച്ചിരിക്കും. ഇക്വേഷൻ നമ്പർ 11A-യും 11B-യും ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ദെർഫോർ R ഈസ് ഈക്വൽ ടു നമുക്കറിയാം V/I, അല്ലേ. അപ്പോൾ R ഇക്വലൻ്റ് ഓഫ് N എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു VDD എന്ന് പറയുമ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് മൈനസ് ഔട്ട്പുട്ട് വോൾട്ടേജ്, അല്ലേ. ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ സപ്ലൈ തരുന്നത് എന്തുവാണ്? VDD ആണ്. അപ്പോൾ VDD മൈനസ് Vout ബൈ IDSN ത്രൂ ദ NMOS, current through the NMOS, IDSN. Similarly, R equivalent of P എന്ന് പറയുന്നത് VDD minus Vout divided by the current through the PMOS, which is ISDP വെച്ച് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലേ. അപ്പോൾ ദെർഫോർ ടോട്ടൽ ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓഫ് ദ ട്രാൻസ്മിഷൻ ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓൾറെഡി കണ്ടു NMOSും PMOSും ആർ ബീയിങ് പ്ലേസ്ഡ് ഇൻ പാരലൽ ടു ഈച്ച് അതർ, അല്ലേ. അപ്പോൾ ദെർഫോർ ദ ഫൈനൽ ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് ഓഫ് ദ ട്രാൻസ്മിഷൻ ഗേറ്റ് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു R equivalent of N parallel to R equivalent of P. That will be the equivalent resistance of the transmission gate. അപ്പോൾ that is shown as equation number 12. ഇനിയിപ്പം ഈ ഇക്വേഷൻസ് നിങ്ങൾ ഓൾറെഡി നേരത്തെ SSDക്കകത്ത് പഠിച്ചിട്ടുള്ള കേസാണ്. അപ്പോൾ കട്ട് ഓഫ് ലീനിയർ ആസ് വെൽ ആസ് സാച്ചുറേഷൻ റീജിയൻസ് വരുന്ന സമയത്ത് അതിൻ്റെ കറണ്ട് ഇക്വേഷൻസ്, അല്ലേ, ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് ഓപ്പറേഷനിൽ NMOSൻ്റെയും PMOSൻ്റെയും കറണ്ട് ഇക്വേഷൻസ് നിങ്ങൾ നേരത്തെ പഠിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിനി നമുക്കിവിടെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി റീജിയൻ 1ൻ്റെ കേസ് എടുക്കാൻ പോവാണ്. റീജിയൻ 1ൽ നമുക്കറിയാം എന്താണ് കേസ്? എന്ന് പറയുന്നത് VDD എടുക്കുന്നത് നമ്മളുടെ കേസാണ് ഇപ്പോൾ പറയുന്നത്. റീജിയൻ 1ൽ എന്താണ്? NMOSും PMOSും രണ്ടും ഏത് റീജിയനിലാണ്? സാച്ചുറേഷൻ റീജിയനിലാണ്. അപ്പോൾ ആദ്യം ഞാൻ എടുക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് NMOSൻ്റെ കേസാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ റീജിയൻ 1ൽ നമുക്കറിയാം ദാറ്റ് ഈസ് ഇൻ ദ സാച്ചുറേഷൻ റീജിയൻ. ഓക്കെ, അപ്പോൾ ഫ്രം 11A എന്ന് പറയുന്നത് 11ൻ്റെ അകത്തെ ഫസ്റ്റ് ഇക്വേഷനാണ് R equivalent of N is equal to VDD minus Vout divided by IDSN. പിന്നെ അത്രേ ചെയ്യുന്നുള്ളൂ, ജസ്റ്റ് ആ കറണ്ടിൻ്റെ ഇക്വേഷൻ ഈ ടേബിളിൽ നിന്ന് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. സാച്ചുറേഷൻ റീജിയനിലാണ്, അല്ലേ. അപ്പോൾ അതുകൊണ്ട് സാച്ചുറേഷൻ കറണ്ടിൻ്റെ ഇക്വേഷൻ എന്താണ്? IDS ഈസ് ഈക്വൽ ടു NMOSൻ്റെ കാര്യമാണ് പറയുന്നത്. IDS ഈസ് ഈക്വൽ ടു 1/2 μN COX W/L VGS മൈനസ് VT സ്ക്വയർ, അല്ലേ. ആ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഈ 11Aക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് റീജിയൻ വരുമ്പോഴത്തേക്കും ഇതേപോലെ തന്നെ ഇതിൻ്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അതിന് കറസ്പോണ്ടിംഗ്ലി ആ ഡ്രെയിൻ കറണ്ടിൻ്റെ ഇക്വേഷൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക മാത്രമേ നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. VDD മൈനസ് Vout ഡിവൈഡഡ് ബൈ IDSN. അപ്പം IDSN എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് ഇൻ ദ സാച്ചുറേഷൻ റീജിയൻ ഓഫ് NMOS. അപ്പോൾ VDD മൈനസ് Vout ഡിവൈഡ് ബൈ ഇപ്പോൾ പറഞ്ഞ നമ്മളുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. 1/2 ആയതുകൊണ്ട് 2ന് മേളിലേക്ക് എടുക്കാം. 2 × VDD മൈനസ് Vout. അപ്പോൾ നമുക്കറിയാം μN COX
W by L എന്ന് പറയുന്നത് നമുക്ക് ട്രാൻസ് കണ്ടക്റ്റൻസ് ആയിട്ട് എടുക്കാം. കെ അല്ലേ, ഇപ്പോൾ ഇവിടെ എൻ മോസ് ആയതുകൊണ്ട് കെ എൻ വെച്ചെടുക്കാം. അപ്പോൾ ദർഫോർ താഴത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ആർ ഈക്വൽ ഓഫ് എൻ എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു 2 ഇൻറ്റു വി ഡി ഡി മൈനസ് വി ഔട്ട് ദ ഹോൾ ഡിവൈഡഡ് ബൈ കെ എൻ ഇൻറ്റു വി ജി എസ്. നമുക്ക് ഓൾറെഡി ഇക്വേഷൻ നമ്പർ 2-ൽ നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, വാസ് ഈക്വൽ ടു വി ജി എസ് വാസ് ഈക്വൽ ടു വി ഡി ഡി മൈനസ് വി ഔട്ട്. അപ്പോൾ അതിനിവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, മൈനസ് വി ടി ദ ഹോൾ സ്ക്വയർ. അപ്പോൾ അതാണ് ഇക്വേഷൻ നമ്പർ 13A ആയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നെക്സ്റ്റ് റീജിയൻ 1-ൻ്റെ അകത്ത് തന്നെ ഇതിപ്പോൾ എൻ മോസാണ് കണ്ടത് അല്ലേ. സിമിലർലി പി മോസ് നോക്കാൻ പോവാണ്. അപ്പോൾ പി മോസും ഇതേപോലെ തന്നെ ഈ ഇക്വേഷൻ നമ്പർ 11B ആണ് നമുക്ക് പി മോസിന് വേണ്ടിയിട്ട് നമ്മൾ എഴുതിയത് അല്ലേ. അപ്പോൾ ഇവിടെ ഈ ISDയുടെ പോർഷനിൽ നമ്മൾ ഈ ടേബിളിൻ്റെ അകത്തെ പി മോസും റീജിയൻ 1-ൻ്റെ അകത്ത് അതും സാച്ചുറേഷൻ റീജിയനാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഇക്വേഷൻ എഴുതുക. അപ്പോൾ ഇവിടെ എന്ത് വരും, ISD ഈസ് ഈക്വൽ ടു 1/2 μn COX W/L VSG മൈനസ് മോഡ് ഓഫ് VT സ്ക്വയർ അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫ്രം ഇക്വേഷൻ നമ്പർ 11B R equivalent of P is equal to VDD minus V out divided by the ID current of PMOS in saturation region. കാരണം റീജിയൻ 1-ൻ്റെ അകത്ത് രണ്ടും സാച്ചുറേഷൻ റീജിയനിലാണ്. അതുകൊണ്ടാണ് ഇവിടെ സാച്ചുറേഷൻ രണ്ടിടത്തും സാച്ചുറേഷൻ കറണ്ട് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദർഫോർ വി ഡി ഡി മൈനസ് വി ഔട്ട്, അത് നേരത്തെ പോലെ തന്നെ 1/2 ഉള്ളതുകൊണ്ട് 2-നെ മേളിലേക്ക് എടുക്കാം. അതേപോലെ തന്നെ വി എസ് ജി എന്ന് പറയുന്നത് ഫ്രം ഇക്വേഷൻ നമ്പർ 6 നമുക്കറിയാം വി എസ് ജി വാസ് ഈക്വൽ ടു വി ഡി ഡി. അപ്പോൾ അതും കൂടെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് എന്തെഴുതാം, MUN COX WL എന്ന് പറയുന്നത് ട്രാൻസ് കണ്ടക്റ്റൻസ് ആണ് കെ. അപ്പോൾ ഇവിടെ PMOSൻ്റെ ആയതുകൊണ്ട് KP വെച്ച് റീപ്ലേസ് ചെയ്യാം. ദർഫോർ R equivalent of P is given by 2 into VDD minus V out divided by KP into VDD minus mod of VT സ്ക്വയർ അല്ലേ. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 13B ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് ഒരെണ്ണം മാത്രമേ ഇവിടെ സാമ്പിളായിട്ട് കാണിച്ചിരിക്കുന്നതാണ്. അതാണ് ഇപ്പോൾ ഇക്വേഷൻ കണ്ട് ഞെട്ടാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ആ കറണ്ട് ഇക്വേഷൻ കൊണ്ടുപോയി നമ്മുടെ ഈക്വലൻ്റ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷനിൽ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് സാമ്പിൾ ഞാൻ കാണിച്ചതാണ്. ഇപ്പോൾ റീജിയൻ 1-ൻ്റെ അകത്തെ ആണിപ്പോൾ ഞാൻ 13Aയും 13Bയും ആയിട്ട് ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. സിമിലർലി റീജിയൻ 2 വരുമ്പോൾ എന്ത് ചെയ്താൽ മതി, എൻ മോസ് എന്ന് പറയുന്നത് സാച്ചുറേഷൻ്റെ കറണ്ട് ഇക്വേഷൻ ആയിരിക്കും എടുക്കുന്നത്. പി മോസ് എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ ലീനിയറിൻ്റെ അകത്ത് ആ ഇക്വലൻ്റ് റെസിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ലീനിയർ റീജിയനിലുള്ള കറണ്ട് ഇക്വേഷൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. സിമിലർലി റീജിയൻ 3-ൽ വരുമ്പോഴത്തേക്കും ഒരു കാര്യമുണ്ട്, എൻ മോസ് എന്ന് പറയുന്നത് ഓഫാണ് അല്ലേ. റീജിയൻ 3-ൽ വരുമ്പോൾ ഓഫ് മീൻസ് കട്ട് ഓഫ് റീജിയനിലാണ്. അപ്പോൾ ദർഫോർ നോ ID, വിച്ച് മീൻസ് ദർഫോർ ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു ഇൻഫിനിറ്റി ഇൻ റീജിയൻ 3 ഫോർ എൻ മോസ്. ആൻഡ് പി മോസ് പഴയ പോലെ തന്നെ ലീനിയർ റീജിയനിലുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ വിൽ ബി ഗെറ്റിംഗ് ഇക്വേഷൻ നമ്പർ 15B. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ഡിഫറെൻറ്റ് ഇക്വേഷൻസ് ഇവിടെ അറ്റൈൻ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഒരു ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ഓഫ് CMOS ട്രാൻസ്മിഷൻ ഗേറ്റ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു അല്ലേ. അതിൻ്റെ ഫൈനൽ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് വരുന്നത്, R equivalent of N parallel R equivalent of P അല്ലേ. അപ്പോൾ ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന R equivalent of N മോസിൻ്റെയും R equivalent of P മോസിൻ്റെയും അതേപോലെ തന്നെ അതിൻ്റെ ഫൈനൽ ഇക്വലൻ്റ് ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലേ will be equal to R equivalent of N parallel R equivalent of P. അതാണ് ഈ ഗ്രാഫിനകത്ത് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. when V out is plotted against resistance. അപ്പോൾ ഇതിനകത്ത് ബ്ലാക്ക് ലൈൻ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഓഫ് ദ എൻ മോസ്, അതിൻ്റെ അകത്തെ റെഡ് ലൈൻ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഓഫ് ദ പി മോസ്, ആൻഡ് ദ ഗ്രീൻ ലൈൻ എന്ന് പറയുന്നത് ഇസ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ്, വിച്ച് മീൻസ് പാരലൽ കോമ്പിനേഷൻ. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാം എൻ മോസിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈസ് ഇൻക്രീസിങ് ആൻഡ് പി മോസിൻ്റെ എന്ന് പറയുന്നത് ഈസ് ഡിക്രീസിങ്, ആൻഡ് അതിൻ്റെ പാരലൽ ഓർ ദി ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈസ് ഓൾമോസ്റ്റ് എ കോൺസ്റ്റൻറ്റ്. എക്സാക്ട്ലി കോൺസ്റ്റൻ്റ് അല്ല, ബട്ട് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഐഡിയൽ സ്വിച്ചിൻ്റെ ഇനീഷ്യൽ പറഞ്ഞ കണ്ടീഷനുമായിട്ട് ഇത് സാറ്റിസ്ഫൈ ആവുന്നുണ്ട് അല്ലേ. വിച്ച് മീൻസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഇഫ് ദ റെസിസ്റ്റൻസ് ഈസ് റിമെയിനിങ് ആസ് എ കോൺസ്റ്റൻറ്റ്, we can say this is acting as an ideal switch. Ideal switch ആയിട്ട് ആക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്താണ്, ഇൻപുട്ടിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് ദാറ്റ് വിൽ ബി പാസ്ഡ് ഓൺ ടു ദ ഔട്ട്പുട്ട്. അപ്പോൾ ഇൻപുട്ടിൽ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇൻപുട്ടിൽ നമ്മൾ 1 കൊടുത്തു കഴിയുമ്പോൾ സ്ട്രോങ് 1 എന്ന് പറയുന്ന ഔട്ട്പുട്ടിൽ കിട്ടും. സിമിലർലി 0 എടുത്ത് കഴിയുമ്പോഴേക്കും ഔട്ട്പുട്ടിൽ നമുക്ക് സ്ട്രോങ് 0 കിട്ടും, സിൻസ് ദിസ് is acting as an ideal switch. Therefore coming to the conclusion, നമ്മൾ ഓൾറെഡി കണ്ടു, we have already done the analysis and we have came to the conclusion that this is having an almost constant
resistance. Therefore, this acts as an ideal switch when compared with the past transistor logic. Since നമുക്ക് അവിടെ ഓൾറെഡി അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. And also resistance is maintained in a constant, as a constant value throughout, irrespective of the value of the input. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി ഇതിനകത്ത് ഇതിൻ്റെ അനാലിസിസിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.